എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സർവ്വസമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും 2 സർവ്വസമവാക്യങ്ങൾ പഠിക്കുകയും ചെയ്തു അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കാം, ഏതൊക്കെ സർവ്വസമവാക്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന്. എക്സ്, വൈ, യു, വി എന്നീ 4 അതിസംഖ്യകൾ എടുത്താൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി സമം എക്സ് ഇൻറ്റു യു പ്ലസ് എക്സ് ഇൻറ്റു വി പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വൈ ഇൻറ്റു വി എന്ന ഒരു സർവ്വസമവാക്യം പഠിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? വൈ പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് എ, വൈ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ. വൈ എന്ന സംഖ്യയും എക്സ് എന്ന സംഖ്യയും ഒരേ നമ്പർ കൊണ്ട് കൂട്ടി അതിന്റെ ഗുണനം കണ്ടുപിടിക്കുകയാണെങ്കിൽ എപ്രകാരമായിരുന്നു ചെയ്തിരുന്നത്? വൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു എ അല്ലെ. വൈ പ്ലസ് എക്സ് എന്ന തുകയുടെ എ മടങ്ങും പ്ലസ് എ സ്ക്വയർ, ഏതാണോ തുക കൂടിയത് അതിന്റെ സ്ക്വയർ. ഇപ്രകാരമല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി 2 ഗൃഹപാഠങ്ങൾ ടീച്ചർ തന്നിരുന്നു, 2 ഹോംവർക്ക് തന്നിരുന്നു. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ടീച്ചർ പറയുന്ന ഉത്തരവും നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ച ഉത്തരവും സെയിം ആണോ എന്നൊന്ന് ചെയ്ത് നോക്കാം. ചോദ്യം: 46 ഗുണം 28 എന്ന ഗുണനഫലം കണ്ടുപിടിക്കാനുള്ള ഒരു രീതി ചുവടെ കാണിച്ചിരിക്കുന്നു. 4 ഗുണം 2 സമം 8, 8 ഗുണം 100 അതായത് 800. അടുത്ത വരി 4 ഗുണം 8 കൂട്ടണം 6 ഗുണം 2 സമം 44, 44 ഗുണം 10 അതായത് 440. അടുത്ത വരി 6 ഗുണം 8 അതായത് 48. മൊത്തത്തിൽ 46 ഗുണം 28 സമം 1288. മറ്റു ചില 2 അക്ക സംഖ്യകളിൽ ഈ രീതി പരിശോധിക്കുക. ഉത്തരം 57 ഗുണം 24 ഉദാഹരണമായി എടുക്കാം. അങ്ങനെയെങ്കിൽ 5 ഗുണം 2 സമം 10, 10 ഗുണം 100 അതായത് 1000. അടുത്ത വരി 5 ഗുണം 4 കൂട്ടണം 7 ഗുണം 2 സമം 34, 34 ഗുണം 10 അതായത് 340. അടുത്ത വരി 7 ഗുണം 4 സമം 28. മൊത്തത്തിൽ 57 ഗുണം 24 സമം 1368. ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രീതിയിൽ വിശദീകരിക്കുക. 2 അക്ക സംഖ്യകളെ എല്ലാം 10m കൂട്ടണം n എന്ന ബീജഗണിത രൂപത്തിൽ എഴുതാമെന്ന് 7ാം ക്ലാസ്സിൽ സംഖ്യകളും ബീജഗണിതവും എന്ന പാഠത്തിലെ 2 അക്ക സംഖ്യകൾ എന്ന ഭാഗത്ത് കണ്ടത് ഓർക്കുക. ഉത്തരം: 2 സംഖ്യകൾ 10m പ്ലസ് n-ഉം 10x പ്ലസ് y-യും എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ m ഗുണം x സമം mx, mx ഗുണം 100 അതായത് 100mx. അടുത്തതായി m ഗുണം y കൂട്ടണം n ഗുണം x സമം my കൂട്ടണം nx, my കൂട്ടണം nx ഗുണം 10 അതായത് 10my കൂട്ടണം 10nx. അടുത്ത വരി n ഗുണം y സമം ny. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 10m പ്ലസ് n ഗുണം 10x പ്ലസ് y സമം 100mx കൂട്ടണം 10my കൂട്ടണം 10nx കൂട്ടണം ny അതായത് 100mx കൂട്ടണം 10 ഗുണം nx പ്ലസ് my പ്ലസ് ny. അടുത്ത ചോദ്യം: നേരത്തെ കണ്ട ഗുണനപ്പട്ടികയിൽ 4 സംഖ്യകളുള്ള സമചതുരത്തിന് പകരം 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് 4 മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. അവയുടെ കോണോടുകോൺ തുകകളുടെ വ്യത്യാസം എന്താണ്? സമചതുരത്തിലെ സംഖ്യകൾ 6, 8, 10, 9, 12, 15, 12, 16, 20 എന്നെടുത്താൽ കോണോടു കോൺ വരുന്ന സംഖ്യകൾ 6, 10, 12, 20. അവയുടെ തുകകളുടെ വ്യത്യാസം എന്നത് 6 കൂട്ടണം 20 കുറയ്ക്കണം 12 കൂട്ടണം 10 അതായത് 26 കുറയ്ക്കണം 22 സമം 4. ഇങ്ങനെയുള്ള സമചതുരങ്ങളിൽ എല്ലാം വ്യത്യാസം ഒരേ സംഖ്യ തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ബീജഗണിത രീതിയിൽ സാമാന്യവൽക്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
അപ്പൊ നമുക്കൊരു ഉദാഹരണം വെച്ച് ചെയ്ത് നോക്കാം. തൊട്ട് മുമ്പിലുള്ള എ പാർട്ടില് ഒരു സംഖ്യാ സമീകരണം കണക്കിലെടുത്തിരുന്നില്ലേ? 6, 8, 10, 9, 12, 15, 12, 16, 20 ഇപ്രകാരത്തിലുള്ള ഒരു സംഖ്യാ സമീകരണം തൊട്ട് മുമ്പിലെ കണക്കിൽ കൺസിഡർ ചെയ്തിരുന്നു. അപ്പൊ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഈ 6 എന്നുള്ള നമ്പർ ആരുടെ മൾട്ടിപ്പിൾ? 6, 8, 10. 6, 8, 10 ആരുടെ ഗുണനങ്ങളായിട്ടാ വരുന്നത്? അതെ, 2ന്റെ ഗുണനങ്ങളായിട്ടാ വരുന്നത് അല്ലെ. 3, 2, 6, 4, 2, 8, 5, 2, 10 ഇപ്രകാരമല്ലേ പോകുന്നത്. 9, 12, 15 ആരുടെ ഗുണനങ്ങളായിട്ടാ പോകുന്നത്? യെസ്, 3ന്റെ ഗുണനങ്ങളായിട്ടാ പോകുന്നത് അല്ലെ. 3 × 3, 3 × 4, 3 × 5. ഓക്കെ. 12, 16, 20 ആരുടെ ഗുണനങ്ങളായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? 4ന്റെ ഗുണനങ്ങളായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ നോക്കാം. 4 × 3, 4 × 4, 4 × 5 ഇപ്രകാരമല്ലേ പോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഖ്യാ സമചതുരത്തിൽ നിന്നും ഇതിന്റെ ബീജഗണിത രീതിയിലേക്ക് നമ്മൾ സാമാന്യവൽക്കരിക്കാൻ പോവാണ്. എപ്രകാരമായിരിക്കും നോക്കാം. അപ്പൊ ആദ്യത്തെ സംഖ്യ എപ്പോഴും നമുക്ക് രണ്ടും അൺനോൺ ആണ് അല്ലെ. അപ്പൊ 3 എന്ന് പറഞ്ഞ നമ്പറും അറിയില്ല, 2 എന്ന് പറഞ്ഞ നമ്പറും അറിയില്ല. അവർ തമ്മിൽ എങ്ങനെയാണ് മറ്റുള്ള റിലേഷൻ വന്നിരിക്കുന്നതെന്നും അറിയില്ല. അപ്പൊ അവരെന്തെടുക്കാം? yx എന്ന രീതിയിൽ എടുക്കാം. ഒരു ഉദാഹരണം വെച്ച് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇപ്രകാരമാണെങ്കിൽ ഇവിടെ y എന്തായിരിക്കും? 3 ആയിരിക്കും. x എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ. അപ്പൊ ഈ 3ൽ നിന്ന് എത്ര കൂടിയിട്ടാണ് ഇവിടെ 4 എന്നുള്ള നമ്പർ എത്തിയിരിക്കുന്നത്? ഇവിടുത്തെ x സെയിം ആണ്, 2 തന്നെയാണ്. അപ്പൊ x കോമൺ ആയിരിക്കും. 3ൽ നിന്ന് 1 കൂട്ടിയാണ് 4 കിട്ടിയിരിക്കുന്നത്. അപ്പൊ y യിൽ നിന്നാണെങ്കിലോ? അതെ, y + 1 × x. അടുത്ത നമ്പർ ആണെങ്കിലോ? y + 2 × x. ഇപ്രകാരം ശരിയല്ലേ? ഇവിടെ 3 എന്നുള്ള നമ്പർ y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4 എന്നുള്ള നമ്പർ എങ്ങനെ കിട്ടും? 3 + 1. അടുത്ത 5 ആണെങ്കിലോ? 3 + 2. ഇതിൽ 2 എന്നുള്ള ഗുണനത്തിന് മാറ്റമില്ല. അടുത്ത വരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ഇവിടെ ഈ 3 എന്നുള്ള നമ്പർ കോമൺ ആയിട്ട് വരുന്നുണ്ട്, സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ y ആയിട്ട് തന്നെ നിലനിൽക്കട്ടെ. ഈ 2 എന്നുള്ള നമ്പർ എന്തായിട്ട് മാറി? 3 എന്നായിട്ട് മാറി. 2 എന്നുള്ള നമ്പർ 3 ആയിട്ട് മാറി. അതായത് 2നോട് കൂടി 1 കൂട്ടി. ഇവിടെ x ആണെങ്കിൽ x-നോട് കൂടി അതെ 1 കൂട്ടുക. y × x + 1. അടുത്തത് ഇവിടെ 3നോട് കൂടി 4 കൂട്ടി. അപ്പൊ എന്താ വരിക? y + 1 × x + 1. ശരിയല്ലേ? ഇവിടെ 3ഉം 3 ആയിരുന്നു. ഈ x + 1 എന്നുള്ള സംഖ്യ അപ്രകാരം നിൽക്കുന്നുണ്ട്. 3, 3, 3 എന്നുള്ള അങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്ത നമ്പർ ആണെങ്കിലോ? y + 1 ആണെങ്കിൽ 3, 4, 5. അടുത്ത സംഖ്യ ആണെങ്കിൽ x + എന്നുള്ള നമ്പർ, ഈ 3 എന്നുള്ള നമ്പർ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. y + 2 × x + 1 അല്ലേ. അടുത്ത സംഖ്യ നോക്കാം. ഇവിടെ y കോമൺ ആയിട്ട് തന്നെ നിൽക്കട്ടെ. y എന്ന നമ്പർ കോമൺ ആയിട്ട് നിൽക്കട്ടെ. ഇവിടെ 3, 3, 3 ഉണ്ട്. ഈ 2ൽ നിന്ന് എത്ര കൂട്ടുമ്പോഴാണ് 4 കിട്ടുക? അതെ, x + 2. അടുത്ത സംഖ്യയാണെങ്കിൽ y + 1 × x + 2. അടുത്തത് y + 2 x + 2. ഇപ്രകാരമാണ് നമുക്ക് സാമാന്യവൽക്കരിച്ച സംഖ്യാ സമചതുരം കിട്ടുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എക്സാമത്തെ വരിയിൽ y-ആമത്തെ നമ്പറായിട്ട് yx-നെ എടുത്തു കഴിഞ്ഞാൽ ഓരോ നമ്പർ കൂട്ടി y-ൽ നിന്ന് ഓരോന്ന് കൂടി വരിയായും x-ൽ നിന്ന് ഒന്ന് കൂടി നിരയായും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത സംഖ്യാസമരം നമുക്ക് എഴുതാം. എന്തായിരിക്കും വരിക? ഇവിടെ y തന്നെയായിരിക്കും. x-ന് പകരം x + 3. ഇവിടെയാണെങ്കിൽ y + 1 x + 3. ഇവിടെയാണെങ്കിൽ y + 2 x + 3. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സംഖ്യാ സമചതുരത്തെ സാമാന്യവൽക്കരിച്ച് എഴുതാം. ഇനി ചോദ്യം ഇതൊന്നുമല്ല. സമചതുരം കണ്ടുപിടിച്ചതിന് ശേഷം കോണോട് കോൺ തുകകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കോണോട് കോൺ തുകകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പൊ ഒന്ന് നോക്കാം. ഈ ഒരു സംഖ്യാ സമചതുരത്തിൽ കോണോട് കോണുള്ള നമ്പറുകൾ ആരൊക്കെയാണ്? yx ഉണ്ട്, y + 2 ഗുണനം x + 2 ഉണ്ട്, y × x + 2 ഉണ്ട്, y + 2 × x ഉണ്ട് അല്ലെ. ഇവരെ തമ്മിൽ എന്ത് ചെയ്യാണ്? കോണോട് കോൺ
തുകകളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പൊ ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ yx പ്ലസ് y പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. yx കൂട്ടണം y പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇത് ചെയ്യാനുള്ള സർവ്വസമവാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നല്ലോ. എങ്ങനെയായിരുന്നു? yനെ x കൊണ്ടും yനെ 2 കൊണ്ടും 2നെ x കൊണ്ടും 2നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? yx പ്ലസ് y ഇൻറ്റു എക്സ് അഗെയിൻ yx പ്ലസ് y ഇൻറ്റു 2 2y പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 2 4. ഇപ്രകാരമല്ലേ കിട്ടുന്നത്? അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് വരും? yxും yxും 2yx പ്ലസ് 2y പ്ലസ് 2x പ്ലസ് 4. ഇത് ചെയ്യാൻ എല്ലാവർക്കും കിട്ടിയില്ലേ? അടുത്ത കോണോട് കോൺ തുക നോക്കാം. y പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് y ഇൻറ്റു എക്സ് പ്ലസ് 2 സമം ഈ y പ്ലസ് 2 ഇൻറ്റു എക്സ് ബ്രാക്കറ്റിന് പുറത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സ് കൊണ്ട് വൈനെയും എക്സ് കൊണ്ട് 2നെയും. ഈ ടേമിലാണെങ്കിലോ y എന്നുള്ള നമ്പറാ പുറത്തു കിടക്കണം. y എന്നുള്ള നമ്പർ കൊണ്ട് എക്സിനെയും y എന്നുള്ള നമ്പർ കൊണ്ട് 2നെയും ഗുണിക്കുക. എന്താ ആൻസർ കിട്ടും? y ഇൻറ്റു എക്സ് പ്ലസ് 2x പ്ലസ് y ഇൻറ്റു എക്സ് പ്ലസ് 2y. പ്രകാരല്ലേ കിട്ടുക. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എന്ത് വരും? yxും yxും 2yx പ്ലസ് 2y പ്ലസ് 2x. ഇപ്രകാരം എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഈ രണ്ട് സംഖ്യയുടെയും വ്യത്യാസം നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. നോക്കുക, ഈ സമവാക്യത്തില് അല്ലെങ്കിൽ കിട്ടിയ റിസൾട്ടിലും 2yx ഉണ്ടോ? 2yx ഉണ്ട്. ഓക്കെ, അത് രണ്ടിലും കോമൺ ആണ്. 2y ഉണ്ടോ? 2y ഉണ്ട്, അതിലും കോമൺ ആണ്. 2x ഉണ്ടോ? 2x ഉണ്ട്, അതിലും കോമൺ ആണ്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ടോ? 4 ഇല്ല. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 4 ആയിരിക്കും വ്യത്യാസം, അല്ലെ? അതായത് ഇവിടം വരെയുള്ള ഭാഗം ഈ ഇക്വേഷനിലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്? 4 ആണ് ഒരു എക്സ്ട്രാ വന്നിരിക്കുന്നത്. അത് തന്നെയായിരിക്കില്ലേ അതിന്റെ വ്യത്യാസം വരിക. സോ ആൻസർ എന്താ വരിക? വ്യത്യാസം. ഇവർ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം എന്ത് കിട്ടും? വ്യത്യാസം 4 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ നമ്മൾ 9 നമ്പറുള്ള സംഖ്യാസമചിതരാണ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്ക് അതിനെ ഒരു 16 സംഖ്യകളുള്ള സംഖ്യാസമചിതരായിട്ട് കണക്കാക്കാം. അപ്പൊ അപ്രകാരം വരികയാണെങ്കിലും ഓൾറെഡി നമ്മൾ ഈ 9 സംഖ്യകളുള്ള സംഖ്യാസമചിതത്തിന്റെ സാമാന്യവൽക്കരിച്ച ബീജഗണിത രൂപം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് അടുത്ത വരി എന്തായിരിക്കും? y പ്ലസ് 1 y പ്ലസ് 2. അടുത്തത് y പ്ലസ് 3x അല്ലേ? അടുത്തത് y പ്ലസ് 1 y പ്ലസ് 2 y പ്ലസ് 3 x പ്ലസ് 1 x പ്ലസ് 1 x പ്ലസ് 1. x പ്ലസ് 1 ഇവിടെ മാറ്റമില്ല. അപ്പൊ അടുത്തതിൽ എന്ത് വരും? x പ്ലസ് 1. അടുത്ത നമ്പർ ആണെങ്കിലോ y പ്ലസ് 1 y പ്ലസ് 2. അടുത്ത നമ്പർ y പ്ലസ് 3 x പ്ലസ് 2 x പ്ലസ് 2 x പ്ലസ് 2. x പ്ലസ് 2 മാറ്റമില്ല. ആൻസർ ഇവിടെ x പ്ലസ് 2. അപ്പൊ അടുത്ത നമ്പർ എന്താ വരിക? ഇവിടെ നോക്കുക, y ഇതിൽ മാറ്റമില്ലല്ലോ. അപ്പൊ അടുത്ത വരുന്നതിലും y ഉണ്ടാവും. x പ്ലസ് 1 x പ്ലസ് 2. അടുത്ത എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? x പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അടുത്ത നമ്പർ y പ്ലസ് 1 y പ്ലസ് 1 y പ്ലസ് 1. y പ്ലസ് 1 മാറ്റമില്ല. സോ അടുത്ത് വരുന്ന വരിയിലും y പ്ലസ് 1 ഉണ്ടാവും. x പ്ലസ് 1 x പ്ലസ് 2. ഓരോ നമ്പർ കൂടിയല്ലേ വരുന്നത്. സോ അടുത്തതിൽ എന്ത് വരും? x പ്ലസ് 3. y പ്ലസ് 2 y പ്ലസ് 2 y പ്ലസ് 2. y പ്ലസ് 2 മാറ്റമില്ല. അടുത്ത് വരുന്ന നിരയിലും y പ്ലസ് 2 x പ്ലസ് 1 x പ്ലസ് 2. അടുത്ത് എന്താ വരിക? x പ്ലസ് 3. അടുത്തത് y പ്ലസ് 3 y പ്ലസ് 3 y പ്ലസ് 3. y പ്ലസ് 3 മാറ്റമില്ല. അടുത്ത് വരുന്നത് എന്ത് വരും? y പ്ലസ് 3 x പ്ലസ് 1 x പ്ലസ് 2. ഓരോന്ന് കൂടി വരികയല്ലേ. അടുത്തതിൽ എന്ത് വരണം? x പ്ലസ് 3. ഇപ്പൊ എത്ര? 1 2 3 4 നിര 4 വരെയായിട്ട് മൊത്തം 16 സംഖ്യകളുള്ള സംഖ്യാസമചിതരത്തിന്റെ സാമാന്യവൽക്കരിച്ച് ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോണോട് കോൺ തുകകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇതിനെ ഒരു സമചിതരായിട്ട് കണക്കാക്കുകയാണെങ്കിൽ
ഇതിന്റെ കോണോട് കോണിൽ ആരൊക്കെയുള്ളത്? വൈ എക്സ് ഉണ്ട്, വൈ പ്ലസ് 3 എക്സ് പ്ലസ് 3 ഉണ്ട്, വൈ ഇൻറ്റു എക്സ് പ്ലസ് 3 ഉണ്ട്, വൈ പ്ലസ് 3 ഇൻറ്റു എക്സും ഉണ്ട്. ആൻസർ എന്തായിരിക്കും? ഓരോ കോണോട് കോൺ തുകകളുടെ വ്യത്യാസം കണ്ടു നോക്കാം. ആദ്യം ഈ ഒരു കോൺ തുക കണ്ടുപിടിക്കാം. വൈ എക്സ് കൂട്ടണം വൈ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ലേ? വൈ എക്സ് കൂട്ടണം വൈ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3. ഈ വൈ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 കണ്ടുപിടിക്കാൻ അറിയാലോ. വൈ കൊണ്ട് എക്സിനെയും വൈ കൊണ്ട് 3നെയും, 3 കൊണ്ട് എക്സിനെയും 3 കൊണ്ട് 3നെയും ഗുണിക്കാം. എന്താ ആൻസർ കിട്ടും? വൈ എക്സ് കൂട്ടണം വൈ ഇൻറ്റു എക്സ് വൈ എക്സ്, വൈ ഇൻറ്റു 3 3y കൂട്ടണം 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 3 9. അതവിടെ നിൽക്കട്ടെ. അടുത്ത് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം അല്ലെ. വൈ എക്സും 2y(x) പ്ലസ് 3y പ്ലസ് 3x പ്ലസ് 9. അടുത്ത കോണോട് കോൺ തുകകളുടെ വ്യത്യാസം നോക്കാം. y ഇൻറ്റു എക്സ് പ്ലസ് 3 കൂട്ടണം y പ്ലസ് 3 ഇൻറ്റു എക്സ്. എങ്ങനെയായിരിക്കും വരിക? ബ്രാക്കറ്റിന്റെ പുറത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഓരോ നമ്പർ കൊണ്ടും പുറത്തുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. y കൊണ്ട് എക്സിനെയും y കൊണ്ട് 3നെയും എക്സ് കൊണ്ട് വൈനെയും എക്സ് കൊണ്ട് 3നെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? y ഇൻറ്റു എക്സ് വൈ എക്സ് പ്ലസ് y ഇൻറ്റു 3 3y പ്ലസ് y ഇൻറ്റു എക്സ് വൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് 3x സമം yx പ്ലസ് yx. ഒരു yxും ഒരു yxും 2yx പ്ലസ് 3y പ്ലസ് 3x. കിട്ടിയില്ലേ? അപ്പൊ ഒന്ന് നോക്കാം. ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ. ഇതിൽ എന്താണ് വ്യത്യാസം? നമുക്ക് കണ്ടാൽ തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2yx ഇവിടെയുണ്ട്, 2yx ഇവിടെയുണ്ട്. ഓക്കെ, ആ ഒരു ടേം കഴിഞ്ഞു. 3y ഇവിടെയുണ്ട്, 3y ഇവിടെയുണ്ട്, അതും കഴിഞ്ഞു. 3x ഇവിടെയുണ്ട്, 3x ഇവിടെയുണ്ട്, അതും കഴിഞ്ഞു. 9 അവിടെയുണ്ട്, ഇവിടെ 9 ഇല്ല. അത് തന്നെയല്ല ഈ രണ്ട് എക്സ്പ്രഷനും തമ്മിലുള്ള വ്യത്യാസം. ഈ 9 എന്നുള്ള നമ്പറാണ് വ്യത്യാസമായിട്ട് വരുന്നത്. സോ അതായത് ഇവിടം വരെയുള്ള ഭാഗം ഈ സമവാക്യത്തിലും കാണാൻ സാധിക്കുന്നു. എക്സ്ട്രാ ആയിട്ട് എന്താ ഉള്ളത്? 9 കൂടുതലായിട്ടുള്ളത്. സോ അവരുടെ വ്യത്യാസം എന്താ വരിക? വ്യത്യാസം സമം 9. വ്യത്യാസം എന്താ കിട്ടും? 9 കിട്ടും. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാരും ചെയ്ത ഉത്തരവും ഇതും വെച്ച് ഒത്തു നോക്കിക്കോളൂ. ശരിയല്ല കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കളി കളിച്ച് നോക്കിയാലോ? ടീച്ചർ 20 മിനിറ്റ് 20 മിനിറ്റ് കൊടുത്താ ഓക്കെ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കളി കളിച്ചാലോ? ടീച്ചർ 20 സെക്കൻഡ് സമയം തരും. ഒരു സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കണം. വർഗം പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സംഖ്യ 2 പ്രാവശ്യം ഗുണിക്കാം അല്ലെ. അപ്പോൾ ടീച്ചർ ഒരു സംഖ്യ തരും, 20 സെക്കൻഡ് സമയവും തരും. 20 സെക്കൻഡിനുള്ളിൽ ആ സംഖ്യയുടെ വർഗം കണ്ടുപിടിച്ച് നിങ്ങൾ ഉത്തരം പറയണം. ഒരു സംഖ്യയുടെ വർഗം കണ്ടുപിടിച്ച് ഉത്തരം പറയണം. കളി തുടങ്ങുകയല്ലേ? കളി തുടങ്ങാം. ഓക്കെ, ടീച്ചർ സ്റ്റോപ്പ് വാച്ച് വെക്കുകയാണ്. ആദ്യത്തെ ചോദ്യം 51ന്റെ വർഗം. 51ന്റെ വർഗം. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം അപ്പ്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. 20 സെക്കൻഡിനുള്ളിൽ 51ന്റെ വർഗം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ആൻസർ എന്ത് കിട്ടി? 2601 എന്ന് കിട്ടിയോ? 51ന്റെ വർഗം 2601 എന്ന് കിട്ടിയോ? യെസ്, ടീച്ചർക്ക് അറിയാം. എല്ലാവർക്കും എന്ത് കിട്ടിയിട്ടുണ്ടാവും? 2601 എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൈയടിക്കാനുള്ള വഴിയില്ല. എല്ലാവരും എന്ത് ചെയ്യുക? ഉത്തരം കിട്ടിയ ആൾക്കാർ, 51ന്റെ വർഗം 2601 എന്ന് ആൻസർ കിട്ടിയ ആൾക്കാര് വലത്തെ കൈ ഒന്ന് നീട്ടി വെക്കുക. വലത്തെ കൈ നീട്ടി വെച്ച് ഇടത്തെ തുളത്ത് വെക്കുക. സ്വയം തട്ടിക്കൊടുക്കുക. സെൽഫ് അപ്രിസിയേഷൻ അല്ലെ. സ്വയം എന്ത് ചെയ്യുക? അഭിനന്ദിക്കാം. മിടുക്കിയതിനെ കൊണ്ട് എന്ത് പറ്റുന്നുണ്ട്? 20 സെക്കൻഡിനുള്ളിൽ 51ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്പർ തരട്ടെ. അടുത്ത നമ്പർ 61ന്റെ വർഗം. 61ന്റെ വർഗം. ടൈം സ്റ്റാർട്ട്സ് നൗ.
ഓക്കെ, ടൈം എന്ത് കിട്ടി എല്ലാവർക്കും? 61ന്റെ വർഗം എന്ത് കിട്ടി? 3721. 3721 എല്ലാവർക്കും കിട്ടി കാണുമല്ലോ. യെസ്, ആൻസർ കിട്ടിയവരൊക്കെ എന്ത് ചെയ്യാം? വലത്തെ കൈ നേരെ വെക്കുക, ഇടത്തെ തോളത്ത് വെക്കുക, തട്ടിക്കൊടുക്കുക. സെൽഫ് അപ്രിസിയേഷൻ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ചോദ്യം 75ന്റെ വർഗം. 75ന്റെ വർഗം. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം എന്ത് കിട്ടി? 75ന്റെ വർഗം എന്താ കിട്ടിയത് എല്ലാവർക്കും? 5625. 5625. 20 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? 75ന്റെ വർഗം 5625. യെസ്, ഒരുപാട് കുട്ടികൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. സെൽഫ് അപ്രിസിയേഷൻ. വലത്തെ കൈ നേരെ വെക്കാം, അടുത്ത കൈ വെച്ച് തട്ടിക്കൊടുക്കാം. യെസ്, മിടുക്കൻ ഓർ മിടുക്കി അല്ലെ? അടുത്ത ചോദ്യം 103ന്റെ വർഗം. അടുത്ത ചോദ്യം 103ന്റെ വർഗം. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം അപ്പ്. എന്ത് കിട്ടി? ഉത്തരം എന്ത് കിട്ടി? 103ന്റെ വർഗം 10609. 10609. 10609. കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലെ? 20 സെക്കൻഡിനകത്ത് തീർക്കാൻ പറ്റുന്നില്ല. തീർക്കാൻ പറ്റുന്നവർക്ക് വളരെ വെരി ഗുഡ്. അപ്പോ കിട്ടിയവർക്ക്, ഉത്തരം കിട്ടിയവർക്ക് എന്ത് ചെയ്യാം? ഒന്ന് അഭിനന്ദിച്ച് നോക്കാം. സ്വയം ഒന്ന് അഭിനന്ദിച്ച് നോക്കൂ. വലത്തെ കൈ നേരെ വെച്ചു, അടുത്ത കൈ തോളത്ത് തട്ടിക്കൊടുക്കും. യെസ്, വെരി ഗുഡ്. കിട്ടാത്തവർ നിരാശപ്പെടണ്ട. നമുക്ക് 20 സെക്കൻഡിനകത്ത് തീർക്കാൻ പറ്റില്ല എന്ന് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയണ്ടാവും അല്ലെ? ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കളി അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം 120ന്റെ വർഗം. 120ന്റെ വർഗം. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം അപ്പ്. എന്ത് കിട്ടി? ഉത്തരം എന്ത് കിട്ടി? 14400. 14400. 1440. കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ, ഫൈൻ. കിട്ടിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം? സ്വയം അഭിനന്ദിക്കാം. വലത്തെ കൈ നേരെ വെച്ച് ഇടത്തെ തോളത്ത് തട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെ ഈ 51ന്റെ സ്ക്വയറും 61ന്റെ വർഗവും കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിന്റെയുള്ള ഒരു വഴി നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് 51ന്റെ വർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തൊട്ടടുത്തുള്ള 10 നമ്പർ, അത് 50ന്റെ വർഗത്തിനോട് 50ഉം പിന്നെ 51ഉം കൂട്ടിയാൽ മതി. 51ന്റെ വർഗം കണ്ടുപിടിക്കാൻ 50ന്റെ വർഗത്തിനോട് 50ഉം പിന്നെ 51ഉം കൂട്ടിയാൽ മതി. ഇങ്ങനെയല്ല 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. അതായത് 51ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 50ന്റെ സ്ക്വയറിനോട് 50ഉം പിന്നെ അടുത്ത നമ്പർ എന്താ? 51ഉം കൂടി കൂട്ടിയാൽ മതി. 50ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 5ന്റെ വർഗം 25. സ്ക്വയർ വരുമ്പോൾ 2 0 പ്ലസ് 50 പ്ലസ് 51. 2500ഉം 50ഉം 2550. 2550ഉം 50ഉം 2600. 2600ഉം 1ഉം 2601. ഇങ്ങനെയല്ലേ ചെയ്ത്? പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു സർവ്വസമവാക്യം പഠിച്ചിരുന്നു അല്ലെ? എക്സ് വൈ യു വി എന്ന 4 സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു യു പ്ലസ് എക്സ് ഇൻറ്റു വി പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വൈ ഇൻറ്റു വി. അപ്രകാരം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഈ 51 സ്ക്വയറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 50 പ്ലസ് 1 എന്ന് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? സോ 51ന്റെ വർഗം എന്ന് പറയുന്നത് 50 പ്ലസ് 1ന്റെ വർഗം തന്നെയല്ലേ? അതെ. ഈ വർഗം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ സംഖ്യ 2 പ്രാവശ്യം ഗുണിക്കാം. സോ ഈ 50 പ്ലസ് 1 വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 50 പ്ലസ് 1നെ 2 തവണ ഗുണിക്കാം. 50 പ്ലസ് 1 ഗുണനം 50 പ്ലസ് 1. ഇവിടെ എക്സ് വൈ
UV ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ടീച്ചർ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ കൊണ്ട് ബ്രാക്കറ്റിന് അകത്തുള്ള എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 50 കൊണ്ട് 50നെയും ഈ 50 കൊണ്ട് 1നെയും ഈ 1 കൊണ്ട് 50നെയും ഈ 1 കൊണ്ട് 1നെയും ഗുണിച്ചു നോക്കുക. എന്താ ആൻസർ കിട്ടും? 50 × 50 കൂട്ടണം 50 × 1 കൂട്ടണം 1 × 50 കൂട്ടണം 1 × 1. ഇപ്രകാരം കിട്ടില്ലേ? 50 × 50 2500 പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 1 അല്ലെ? ഇന്ന് ചെയ്ത് നോക്കുക. 2500 പ്ലസ് 50 × 50, അതായത് 150 150 2 50 അല്ലെ? 2 50 പ്ലസ് 1 എന്ത് കിട്ടും? 2601 എന്നുള്ള ആൻസറിലേക്ക് എത്തും. അപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം അല്ലെ? 61ന്റെ സ്ക്വയറും കൂടി ഇപ്രകാരം ടീച്ചർ പറഞ്ഞ രീതിയിൽ വരുന്നുണ്ടോ? ആ രണ്ടും തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 61ന്റെ വർഗമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 61ന്റെ വർഗത്തിന് എപ്രകാരം എഴുതാം? 60 + 1ന്റെ വർഗമായിട്ട് എഴുതാം. 60 + 1 എന്നതിന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? 60 + 1 × 60 + 1. 60 + 1 എന്ന നമ്പറിനെ 2 പ്രാവശ്യം ഗുണിക്കുക. 60 + 1 ഇപ്രകാരമാണെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ എന്ത് ചെയ്യാം? 60 കൊണ്ട് 60നെയും 60 കൊണ്ട് 1നെയും 1 കൊണ്ട് 60നെയും 1 കൊണ്ട് 1നെയും ഗുണിക്കാം. അപ്പൊ എന്താ ആൻസർ കിട്ടും? 60 × 60 കൂട്ടണം 60 × 1 കൂട്ടണം 1 × 60 കൂട്ടണം 1 × 1 ഇപ്രകാരല്ലേ കിട്ടുക? അപ്പൊ ഒന്ന് നോക്കാം. 60 × 60 എന്താ വരും? 3600 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 1. അപ്പൊ ഇത് എഴുതിയതൊന്ന് വായിക്കുന്നുണ്ട്. അതായത് നോക്കുക, 3600 കൂട്ടണം 60 പ്ലസ് 60 260. ഒരു 60ഉം ഒരു 60ഉം 260 എന്നല്ലേ പറയാ? 260 കൂട്ടണം 1 എന്ത് കിട്ടും? 3721. 3721. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളൊരു പുതിയതായിട്ട് കേട്ടത് അല്ലെ? അത് 60 60, ഒരു 60 പ്ലസ് ഒരു 60 260. ഇവിടെ ആയാലും ഈ നോക്ക് 50 പ്ലസ് 50 250 എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ നോക്കുക, ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു? ആൻസർ കിട്ടുമായിരുന്നു. ഈ ഒരു 3 സ്റ്റെപ്പിന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ ബീജഗണിത രീതിയിൽ സാമാന്യവൽക്കരിക്കുക. ബീജഗണിതം എന്തിനാ എപ്പോഴും ഉപയോഗിക്കുക? കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കിട്ടാൻ അല്ലെ? കുറച്ചും കൂടി എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. 51 × 51 ഇങ്ങനെ ഇട്ടിട്ട് സാധാരണ പോലെ ഇട്ട് ഗുണിക്കാൻ എല്ലാവർക്കും അറിയാം. 51 × 51 മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. കുറച്ചും കൂടി സാമാന്യവൽക്കരിച്ച് നമ്മൾ എന്ത് പഠിച്ചു? സർവ്വസമവാക്യം പഠിച്ചപ്പോ ഇപ്രകാരം ചെയ്യാൻ അറിയാം. ഇനി ഒന്നും കൂടി ഒന്ന് നോക്കുക. കാരണം ഇവിടെ 51ലായാലും 50 + 1 ഒറ്റ 1 എന്നുള്ള നമ്പറാണ് കൂടി വരുന്നത്. 60ന്റെ സ്ക്വയർ ആയാലും 60ന്റെ കൂടെ 1 എന്നുള്ള നമ്പറാണ് കൂടി വരുന്നത്. അപ്പൊ അങ്ങനെ 1 എന്നുള്ള നമ്പർ കൂടി വരുന്നുവെങ്കിൽ, x എന്ന നമ്പറിനോട് 1 എന്നുള്ള നമ്പർ കൂടി വരുന്നെങ്കിൽ അതിന്റെ വർഗം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്രകാരം ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? ഓക്കെ, x + 1 രണ്ട് അടുത്തടുത്ത നമ്പർ ആണെങ്കിൽ അല്ലെ? ഇവിടെ 61ന്റെ അടുത്ത തൊട്ട് മുമ്പിലുള്ള നമ്പർ 60, 60ഉം 61. അപ്പൊ നമ്മൾ x + 1 എന്നുള്ള രണ്ട് നമ്പർ എടുക്കുകയാണ്. അപ്പൊ x + 1ന്റെ വർഗം കണ്ടുപിടിക്കണം x² അടിസ്ഥാനത്തിൽ. x ഉം x + 1ഉം രണ്ട് അടുത്തടുത്ത നമ്പറുകളാണ്. x + 1ന്റെ വർഗം കണ്ടുപിടിക്കണം xന്റെ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ. എപ്രകാരമായിരിക്കും ഒന്ന് നോക്കാം.
നോക്കാം അല്ലെ. എക്സ് പ്ലസ് 1 വർഗം, എക്സ് പ്ലസ് 1ന്റെ വർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് 1നെ 2 തവണ ഗുണിക്കുക. എക്സ് പ്ലസ് 1നെ 2 തവണ ഗുണിക്കുക. 2 തവണ ഗുണിച്ചാൽ എന്താ കിട്ടുക? എക്സിനെ എക്സ് കൊണ്ടും എക്സിനെ 1 കൊണ്ടും, 1നെ എക്സ് കൊണ്ടും 1നെ 1 കൊണ്ടും, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഒരെക്സ് പ്ലസ് ഒരെക്സ് 2x, 2x പ്ലസ് 1. സോ എക്സ് പ്ലസ് 1 സ്ക്വയർ, എക്സ് പ്ലസ് 1 എന്നുള്ള നമ്പറിന്റെ വർഗം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകൂടി, എപ്പോഴും ഒരു 10ന്റെ ഗുണത്തിൽ നിന്ന് ഒന്നുകൂടി ഒരു നമ്പറിന്റെ വർഗം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് സ്ക്വയർ, അതിന് തൊട്ട് മുമ്പിലുള്ള സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആ നമ്പർ പ്ലസ് 1. എക്സ് പ്ലസ് 1 സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ മുമ്പിലുള്ള എക്സാമ്പിൾ ഒക്കെ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അവിടെ നോക്കുക, 61ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 60 ഇൻറ്റു 60 ഇല്ല, തൊട്ട് മുമ്പിലുള്ള എക്സിന്റെ വർഗം പ്ലസ് 260 പ്ലസ് 1. ഇവിടെ എപ്രകാരമല്ലേ ചെയ്തിരിക്കുന്നത്? എക്സ് പ്ലസ് 1 സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലെ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ വർഗം, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ വർഗം സമം എക്സിന്റെ വർഗം പ്ലസ് 2 ഗുണനം എക്സ് പ്ലസ് 1. പ്രകാരം നമുക്ക് 71ന്റെ വർഗം ചെയ്ത് നോക്കാം. 71ന്റെ വർഗം സമം 70 പ്ലസ് 1 സ്ക്വയർ അല്ലേ. ഇവിടെ എക്സ് എന്താ വരിക? 70. അപ്പൊ ഡയറക്റ്റ് ഈക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന്റെ സ്ഥലത്ത് ആരാ കിടക്കുന്നത്? 70 ആണ്. 1ന്റെ സ്ഥലത്ത് 1 തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ 70ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 70 പ്ലസ് 1. 7 49 2 0 പ്ലസ് 7 14 140 പ്ലസ് 1 എന്താ വരിക? 4 9 1 10 1 5041. എളുപ്പത്തിൽ കിട്ടിയില്ലേ? 5041 കിട്ടിയില്ലേ? ഈ 2 സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് 20 സെക്കൻഡിൽ കുറവ് പോരെ? അപ്പൊ നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? 71ന്റെ 71 താഴേക്കിട്ട് ഗുണിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതിൽ നിന്നും നമുക്ക് 101ന്റെ സ്ക്വയർ കുറച്ചും കൂടി വലിയ നമ്പർ ആണല്ലേ, അതിനെന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഒന്ന് ചെയ്ത് നോക്കാം. 101 സ്ക്വയർ സമം 100 പ്ലസ് 1 സ്ക്വയർ. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 100 എന്നും 1ന്റെ സ്ഥലത്ത് 1 തന്നെ കിടക്കണം. അപ്പൊ ആൻസർ എന്താ വരിക? 100ന്റെ വർഗം പ്ലസ് 2 ഇൻറ്റു 100 പ്ലസ് 1. 100ന്റെ വർഗം എന്താ വരിക? 1 എഴുതി, 2 പൂജ്യത്തിന്റെ വർഗമാണ് അല്ലെ. അപ്പൊ 1 2 3 4 കൂട്ടണം 200 പ്ലസ് 1. 10,000 പ്ലസ് 201. 10,000 201 10,201. 10,201 എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇപ്രകാരം നമുക്ക് എന്ത് നോക്കാം? ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം അല്ലെ. 201ന്റെ വർഗം കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 201ന്റെ വർഗം നിങ്ങളൊന്ന് സ്വയം ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കൂ. ഉത്തരം പറയാം. ചെയ്ത് നോക്കാം അല്ലെ. 201ന്റെ വർഗം കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 201ന്റെ വർഗം നിങ്ങളൊന്ന് സ്വയം ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കൂ. ഉത്തരം പറയാം. എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. 201ന്റെ വർഗം എന്തായിരിക്കും വരിക? അതിനെ 200 പ്ലസ് 1 എന്ന് എഴുതാം. 200 പ്ലസ് 1ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 200ഉം 1ന്റെ സ്ഥലത്ത് 1 തന്നെയാണ്. ഉത്തരം എന്ത് വരും? 200ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 200 പ്ലസ് 1. ഉത്തരം എന്താ വരിക? 200ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4 0 0 അല്ലെ. 4 0 പ്ലസ് 400 പ്ലസ് 1. 40,000 പ്ലസ് 401. 40,000 401 40,401. 40,401. എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലോ. സോ ഇതൊരു എളുപ്പത്തിലുള്ള സംഖ്യ അല്ലേ അല്ലെ. ഒരു എളുപ്പത്തിലൊരു സമവാക്യം കിട്ടിയില്ലേ? അതായത് 71 101 ഒരു 10ന്റെ ഗുണത്തിൽ നിന്ന് ഒന്നുകൂടി വരുന്ന ഒരു നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രകാരം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള സർവ്വസമവാക്യത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും?
ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അത് 20 സെക്കൻഡ് താഴെ ഈവൻ 10 സെക്കൻഡ് താഴെ പോലും നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? x+1 വർഗം, x+1 വർഗം സമം എക്സിന്റെ സ്ക്വയർ പ്ലസ് 2 × x + 1 എന്ന് പഠിച്ചു. അവിടെ എപ്പോഴും ഒന്നല്ല, ഈ 61, 71, 81 അങ്ങനെയുള്ള നമ്പറുകളല്ല, ഒന്നിന് പകരം മറ്റേതെങ്കിലും നമ്പറുകൾ വരികയാണെങ്കിൽ അല്ലെ, ഇത് വേണമെങ്കിൽ വരാമല്ലോ. ടീച്ചർ ഇടയ്ക്ക് 75ന്റെ വർഗം ചോദിച്ചിരുന്നു. 75ന്റെ വർഗം ചോദിക്കുമ്പോൾ എന്താ വരിക? 70 + 5 എന്നല്ലേ വരിക? അങ്ങനെ വരുമ്പോ എങ്ങനെ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം, സാമാന്യവൽക്കരിച്ച് ബീജഗണിത രൂപത്തിൽ സർവ്വസമവാക്യങ്ങൾ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ചിത്രത്തിൽ നമുക്കൊരു ചതുരം കാണുന്നുണ്ടാവും. ഈ ചതുരം മുമ്പ് കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇതേ ചതുരത്തിന് നീളവും വീതിയും ഒക്കെ നമ്പർ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിട്ടാണ്? XY എന്ന ബീജഗണിത രീതിയിലാണ് ഇതിന്റെ നീളവും വീതിയും ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അപ്രകാരമെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. അന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഇത് തന്നെയാ ചെയ്തത്. വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്, അതിനകത്ത് 4 ചെറിയ ചതുരങ്ങളില്ലേ, ഈ 4 ചെറിയ ചതുരങ്ങളുടെയും പരപ്പളവിനോട് തുല്യമായിരിക്കും. വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 4 ചെറിയ ചതുരങ്ങളുടെ പരപ്പളവിനോട് തുല്യമായിരിക്കും. അത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത്തരത്തില് വലിയൊരു ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ചതുരത്തിന് ഒരു പേര് കൊടുക്കാം അല്ലെ. ABCD എന്നൊരു ചതുരമുണ്ട്, വലിയൊരു ചതുരമുണ്ട്. അതിനകത്ത് 4 ചെറിയ ചതുരങ്ങൾ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ നീളവും വീതിയും ബീജഗണിത രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എന്താ വരിക? ഇതിന്റെ നീളം x ആയും ഇതിന്റെ നീളം y ആയും കണക്കാക്കുക. എക്സിൽ നിന്ന് y കൂടുക, എത്രയോ കൂടുക, നമുക്ക് എത്ര കൂടണമെന്ന് അറിയില്ല. അപ്പൊ ഇതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ y ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? y കൂട്ടാം. ഇവിടെ y-നോട് കൂടി x കൂട്ടാം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിനകത്തുള്ള 4 ചെറിയ ചതുരങ്ങളുടെയും നീളവും വീതിയും ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ABCD ചതുരത്തിന്റെ പരപ്പളവ്, ABCD എന്ന ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ചതുരം 1ന്റെ പരപ്പളവ് കൂട്ടണം ചതുരം 2ന്റെ പരപ്പളവ് കൂട്ടണം ചതുരം 3ന്റെ പരപ്പളവ് കൂട്ടണം ചതുരം 4ന്റെ പരപ്പളവ്. പരപ്പളവ് ചതുരം 1 പ്ലസ് പരപ്പളവ് ചതുരം 2 പ്ലസ് പരപ്പളവ് ചതുരം 3 പ്ലസ് പരപ്പളവ് ചതുരം 4. ഇപ്രകാരം നമുക്ക് കിട്ടുക. അതായത് ആ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ചെറിയ ചതുരങ്ങളുടെ പരപ്പളവിന്റെ തുകയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ABCD ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഇപ്പൊ ഇതൊന്നുമില്ലാതെ ഒരു ചതുരം കൺസിഡർ ചെയ്യുക. അതിന്റെ നീളം എന്താണ്? x+y ആണ്, വീതിയും x+y ആണ്. നീളം x+y ആണ്, വീതിയും x+y ആണ്. അപ്പൊ പരപ്പളവ് എന്തായിരിക്കും? പരപ്പളവ് നീളം ഗുണനം വീതി, നീളം ഇൻറ്റു വീതി, ഇങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ പരപ്പളവ് ചതുരം 1, ചതുരം 1ന്റെ പരപ്പളവ് എന്താ? നീളം x, വീതി y, അതായത് xy പ്ലസ് പരപ്പളവ് ചതുരം 2, ചതുരം 2ന്റെ പരപ്പളവ്. നമുക്ക് ഇതൊരു ചതുരാണെങ്കിൽ ഇവിടെ y ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? y തന്നെ ആയിരിക്കില്ലേ. സോ നീളം y, വീതി y, y ഇൻറ്റു y പ്ലസ് ചതുരം 3ന്റെ പരപ്പളവ്. ചതുരം 3 നോക്കൂ, ഇവിടെ x ആണെങ്കിൽ ഇതും x ആയിരിക്കില്ലേ. അപ്പൊ നീളം ഇൻറ്റു വീതി x ഇൻറ്റു x കൂട്ടണം ചതുരം 4ന്റെ പരപ്പളവാണെങ്കിലോ ഇവിടെ y ആണെങ്കിൽ ഇത് y ആയിരിക്കും, ഇത് x ആണെങ്കിൽ ഇവിടെയും x ആയിരിക്കും. ഒരു ചതുരത്തിന്റെ പ്രത്യേകത അതല്ലേ, 2 പാരലായിട്ട് സമാന്തരമായിട്ടുള്ള 2 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x ആയിരിക്കും, ഇത് y ആണെങ്കിൽ ഇതും y ആയിരിക്കും. അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്താ വരിക? നീളം ഇൻറ്റു വീതി x ഇൻറ്റു y. ഇത്രയും മനസ്സിലായില്ലേ? പിന്നെ നോക്കാം, x+y ഇൻറ്റു x+y. ഒരേ സംഖ്യ ഇവിടെ 2 പ്രാവശ്യം ഗുണിച്ചിരിക്കുകയാണ്. അതിന്റെ പേര് എന്ത് തന്നെയാണ്? വർഗം തന്നെയല്ലേ. അതായത് x+y ഹോൾ സ്ക്വയർ സമം xy കൂട്ടണം ഇവിടെ ഒരു xy ഉണ്ട്, അടുത്തെഴുതാം, പ്ലസ് y ഇൻറ്റു y എന്തായിരുന്നു? y സ്ക്വയർ പ്ലസ് x ഇൻറ്റു x സ്ക്വയർ. ഇതിനൊന്ന് വീണ്ടും അറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ x+y ഹോൾ സ്ക്വയർ സമം x സ്ക്വയർ പ്ലസ് xyന്റെ xy, ഒരു xyയും ഒരു xyയും കൂട്ടിയാൽ 2xy പ്ലസ് y സ്ക്വയർ. അപ്പൊ ഒന്ന് നോക്കാം, xy എന്ന 2 അതിസംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ തുകയുടെ വർഗം, xy എന്ന
രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നിങ്ങൾ എത്ര കാലം കണക്ക് പഠിക്കണ്ടോ അത്രയും കാലം ആവശ്യമുള്ള ഒരു സർവ്വസമവാക്യമാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഒരിക്കൽ കൂടി പറഞ്ഞോളൂ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവ്വസമവാക്യമാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ ഉപയോഗിച്ച് കണക്ക് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. സോ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഒരിക്കൽ കൂടി പറയാം, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലെ. ഓക്കെ, ഇപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സാമ്പിളുകൾ ചെയ്ത് നോക്കാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം 75ന്റെ വർഗം. 75ന്റെ വർഗം നമുക്ക് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 75ന്റെ വർഗമായിരുന്നു ടീച്ചർ നേരത്തെ ചോദിച്ചത്. നിങ്ങൾ എന്ത് താഴെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിനെ 70 പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതാം. 70 പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 70ഉം 5ന്റെ സ്ഥലത്ത് വൈയും, അതായത് എക്സ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 70 പ്ലസ് 5. അപ്പൊ എന്താ ഉത്തരം വരിക, എക്സ് സ്ക്വയർ. എക്സിന്റെ സ്ഥലത്ത് ഇവിടെ ആരാണ്, എക്സിന്റെ സ്ഥലത്ത് 70 ആണ് അല്ലെ. 70 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 70 ഇൻറ്റു 5 പ്ലസ് 5ന്റെ സ്ഥലത്ത് ഇവിടെ വൈയുടെ സ്ഥലത്ത് ആരാണ്, 5 കിടക്കണ, 5 സ്ക്വയർ. സോ 70ന്റെ സ്ക്വയർ 7 49 2 0 പ്ലസ് 5 10 10ഉം 70ഉം 700 പ്ലസ് 5 25 അല്ലെ. 4900 പ്ലസ് 700 എന്താ വരിക, 5600 പ്ലസ് 25 5625. ഇത് കിട്ടിയില്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് വേദിക് മാത്തമാറ്റിക്സ് വേദഗണിത രീതിയില് അവസാനത്തെ നമ്പർ 5 വരെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. അവസാന നമ്പർ 5 വരെയാണെങ്കിൽ മാത്രം ചെയ്യാവുന്നത് കേട്ടോ. അല്ലാതെ നമ്പറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർവ്വസമവാക്യം വെച്ച് ഉപയോഗിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 5 വരെയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ എളുപ്പ വഴിയുണ്ട്. 75ന്റെ വർഗം അല്ലേ ചോദിച്ചത്. ഇതിന്റെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പോവാണ്. 5ന്റെ വർഗം എന്താണ്, 5ന്റെ വർഗം 25. അടുത്ത നമ്പർ ആരാണ്, 7 എന്ന നമ്പർ ഉണ്ട്. 7ന്റെ അടുത്ത നമ്പർ ആരാണ്, 8. 7ഉം 8ഉം, അപ്പൊ 7ഉം 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 7 8 56. ശരിയല്ലേ. 5625 ഉത്തരം കിട്ടിയത്. ഇത് വേദിക് മാത്തമാറ്റിക്സ് പ്രകാരം ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത നമുക്ക് വേറൊരു കണക്ക് ചെയ്ത് നോക്കാം. 35ന്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. 35ന്റെ വർഗം എന്ന് പറയുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത്, 5ന്റെ വർഗം എത്രയാണ്, 25. എപ്പോഴും 5 വെച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ വർഗത്തിൽ എന്തായിരിക്കും, 5 എന്നുള്ള നമ്പർ വരും. ഇനി 3 എന്ന നമ്പർ ഉണ്ട്. 3നോടുകൂടി അടുത്ത നമ്പർ ആരാണ്, 4. 3 ഇൻറ്റു 4 4 3 12 1225 ആയിരിക്കും 35ന്റെ സ്ക്വയർ. ഇതൊക്കെ വേദിക് മാത്തമാറ്റിക്സ് വെച്ച് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഡിജിറ്റ് 5 വരും മാത്രമേ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോ 55ന്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. 55ന്റെ വർഗം ആദ്യം എന്താ എഴുതുന്നുണ്ട്, ലാസ്റ്റ് 2 ഡിജിറ്റ് 5ന്റെ വർഗം 25. അടുത്ത നമ്പർ ആരുണ്ട്, 5 ഉണ്ട് അല്ലെ. ഈ 5 എന്നുള്ള നമ്പറും അടുത്ത നമ്പർ ആരാണ്, 6. 5 ഇൻറ്റു 6 6 30. ആൻസർ എന്ത് വരും, 3025 എന്ന് വരും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക. എപ്പോ മാത്രമേ ഈ വേദിക് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ലാസ്റ്റ് ഡിജിറ്റ് 5 വരുമ്പോൾ മാത്രമേ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. കഴിഞ്ഞ ചെയ്ത് കണക്കിൽ നമ്മൾ 103ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിരുന്നു. എങ്കിൽ പ്രകാരമായിരിക്കും വരിക, 103ന്റെ വർഗം എന്ന് പറയുന്നത് 100 പ്ലസ് 3ന്റെ വർഗം. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 100ഉം വൈയുടെ സ്ഥലത്ത് 3ഉമാണ് കിടക്കുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്താ വരിക, 100ന്റെ സ്ക്വയർ പറയുമ്പോ 2 0 2 0 പ്ലസ് 3 2 6 2 0 3 9. 10,000 600ഉം 10,600 10,609ഉം 10,609 10,609. കുറച്ചും കൂടി എളുപ്പമായില്ലേ, 20 സെക്കൻഡ് താഴെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ. സോ ഈ ഒരു സർവ്വസമവാക്യം പഠിച്ചു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന 2 അതിസംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ തുകയുടെ വർഗം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിൽ ആയിരിക്കും. നമുക്ക് കുറെ എക്സാമ്പിളുകൾ ചെയ്ത് നോക്കാം. കുറെ എക്സാമ്പിൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മളൊരു സർവ്വസമവാക്യം പഠിച്ചു. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. അത് വെച്ച് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കാം അല്ലെ. വേഗം ചെയ്ത് നോക്കാം. എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം ചെയ്ത് നോക്കിക്കോളൂ. 10 1/2ന്റെ വർഗം. 10 1/2ന്റെ വർഗം.
ഒന്നാമത്തെ ചോദ്യം 10 1/2 വർഗം. ഈ 10 1/2 ആദ്യം എന്ത് ചെയ്യണം? പിരിച്ചെഴുതണ്ടേ? 10 പ്ലസ് 1/2 എന്നെഴുതാം അല്ലെ. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 10ഉം വൈയുടെ സ്ഥലത്ത് 1/2. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ? എക്സ് സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 1/2 പ്ലസ് 1/2 സ്ക്വയർ. ഇത്ര എന്ത് വരും? 10 സ്ക്വയർ 100 പ്ലസ് ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോലും അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 10 പ്ലസ് 1/4 100ഉം 10ഉം 110ഉം കാലും. ഉത്തരം 110 എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? 20 സെക്കൻഡിൽ താഴെ ചെയ്യാൻ പറ്റുന്നില്ലേ? അടുത്ത നമ്പർ ചെയ്ത് നോക്കാം. 52 വർഗം. 52 വർഗം 50 പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എഴുതുമ്പോ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. 50ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 2 0 പ്ലസ് 2 4 4 20 ഒരു 0 ഇറക്കി എഴുതി പ്ലസ് 4 2500ഉം 200ഉം 2700 2700ഉം 4ഉം 2704. എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടുന്നുണ്ടോ? 20 സെക്കൻഡിൽ താഴെ ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ നോക്കുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അടുത്ത നമ്പറുകളൊക്കെ ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. 105ന്റെ സ്ക്വയർ 105ന്റെ വർഗം എന്ന് പറയുന്നത് 100 പ്ലസ് 5ന്റെ വർഗമായിട്ട് എഴുതാം. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 100ഉം വൈയുടെ സ്ഥലത്ത് 5ഉം. 100 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ എന്ത് വരും? 100 സ്ക്വയർ 1 എഴുതി 2 0 2 0 പ്ലസ് 5 10 2 0 ഇറക്കി എഴുതി പ്ലസ് 5ന്റെ സ്ക്വയർ 25. 10,000 1000 11,000 11,025 11,025. എല്ലാവർക്കും കിട്ടിയോ? അടുത്ത കണക്ക് ചെയ്ത് നോക്കാം. 20 1/2 വർഗം. 20 1/2ന് 20 പ്ലസ് 1/2 സ്ക്വയറിന് എടുത്തെഴുതാം. ഇവിടെ എക്സിന്റെ പ്ലേസിൽ 20ഉം വൈന്റെ പ്ലേസിൽ 1/2 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ സർവ്വസമവാക്യത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 1/2 പ്ലസ് 1/2ന്റെ സ്ക്വയർ. 20ന്റെ സ്ക്വയർ എന്താ? 2ന്റെ സ്ക്വയർ 4 2 0 ഇറക്കി എഴുതാ പ്ലസ് 2 2 ക്യാൻസൽ ചെയ്യുക 20 പ്ലസ് 1/2ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 തന്നെ 2ന്റെ സ്ക്വയർ 4. നോക്കുക 400ഉം 20ഉം 420ഉം കാലും. 420ഉം കാലും എത്രയാണ്? 420 എല്ലാവർക്കും ചെയ്യാൻ കിട്ടുന്നുണ്ടോ? എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടുന്നില്ലേ? വേഗം ചെയ്ത് നോക്കുക. അടുത്ത 3 കണക്കും കൂടി ചെയ്ത് നോക്കുക. 10.2 സ്ക്വയർ 10 പ്ലസ് 0.2 സ്ക്വയർ 10 പ്ലസ് 0.2 സ്ക്വയർ. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 10ഉം വൈയുടെ സ്ഥലത്ത് 0.2 ആണ് കിടക്കുന്നത്. അപ്പൊ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.2 പ്ലസ് 0.2ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 പ്ലസ് ഇവിടെ നമുക്ക് ഓക്കെ. ഈ 0.2 എന്ന ദശാംശ രൂപത്തിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തന്നെ എന്ത് പോയി? ആ ദശാംശ രൂപം പോയി. ഇനി അതറിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാന്നറിയോ? 2 ഇറക്കി എഴുതാം 10 ഇറക്കി എഴുതാം. ഈ 0.2 എന്ന ദശാംശത്തിന് ഫ്രാക്ഷൻ ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? 0.2 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇല്ലാതെ ആദ്യം എഴുതാം. പോയിന്റ് ഇല്ലാതെ പറയുമ്പോൾ 0.2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. 2 ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് അല്ലേ? സോ താഴെ 10. 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 100, 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 1000, 10 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 10,000. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ചെയ്യാം. പ്ലസ് 0.2ന്റെ സ്ക്വയർ. 0.2നെ ആദ്യം പോയിന്റ് ഇല്ലാതെ കൺസിഡർ ചെയ്യുക. അതായത് 0.2. 0.2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 എന്ന് എഴുതി. ഇവിടെ 0.2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? 0.2 ഇൻറ്റു 0.2 എന്നല്ലേ? ഈ 2 4 എന്ന് എഴുതി. പോയിന്റിന് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്, മൊത്തം 2 ഡിജിറ്റ്. സോ നമ്മുടെ ആൻസറിൽ എന്ത് വരണം? പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരണം. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരണം. അപ്പൊ ഇവിടെ കുത്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. മുമ്പ് 0 ഇട്ടിട്ട് ഒരു 0 ഇടാം. 0.2 സ്ക്വയർ എന്താ വരിക? 0.04. 0.04. മനസ്സിലായല്ലോ? ഇനി ഇതെല്ലാം ഇവിടെ നോക്കുക. ഇവിടെ ഈ 10 10 എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ 0.2 എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ മുമ്പിലേക്ക് ചാടിപ്പോ. അതായത് 2 പോയിന്റ് എന്നാവും. 2.0 പറഞ്ഞാൽ തന്നെയാണ് 2 തന്നെയാണ്. അപ്രകാരം ചെയ്യാം. അറിയാത്തവർക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം.
എന്താ വരിക ആൻസർ? 100 പ്ലസ് 2 4 പ്ലസ് 0.04 104 പ്ലസ് 0.04 ആൻസർ 104.04. കിട്ടുന്നുണ്ടോ? 104.04. അടുത്ത രണ്ട് കണക്കുകൾ വന്നിട്ട് അതിൽ എക്സും വൈയും കൂടി വരുന്നുണ്ടല്ല. ബീജഗണിത രൂപത്തിൽ തന്നെ വെച്ച് എന്ത് ചെയ്യാനാണ്? അതിന്റെ തുകയുടെ വർഗം കണ്ടുപിടിക്കാനാണ്. എപ്രകാരം ഒന്ന് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 3ന്റെ വർഗം എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ സ്ഥലത്ത് എക്സ് തന്നെയാണ്, വൈയുടെ സ്ഥലത്ത് 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 3 2 6x പ്ലസ് 9. ഇത്രയല്ലേ വരുള്ളൂ. കാരണം എക്സിന്റെ വർഗം ഇവിടെ എന്താണ്? 2 ആണ്. ഇവിടെ എക്സിന്റെ മേലെ 1 ആണ്. അല്ലെ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തത് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം 2y പ്ലസ് 3 സ്ക്വയർ സമം. ഇവിടെ വൈയുടെ എക്സിന്റെ പ്ലേസിൽ 2y ആണ് കിടക്കുന്നത്, വൈയുടെ പ്ലേസിൽ 3 ആണ് കിടക്കുന്നത്. സോ എക്സ് സ്ക്വയർ എന്ന് എഴുതുമ്പോ 2y ഇങ്ങനെ എഴുതാൻ പാടുമോ? ഇങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്താ? ഇവിടെ എക്സിന്റെ സ്ഥലത്ത് മുഴുവൻ 2y ഒന്നിച്ചാണ് കിടക്കുന്നത്. സോ ഈ 2yക്കും ബാധകമാണ് ഈ സ്ക്വയർ വർഗം എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് എന്താ അർത്ഥമായി? വൈനെ മാത്രമേ ഈ സ്ക്വയർ കൊടുക്കുള്ളൂ എന്നാണ്. സോ 2y സ്ക്വയർ പ്ലസ് 2y ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ 2y ഹോൾ സ്ക്വയർ എന്താ വരിക? 2ന്റെ സ്ക്വയർ 4, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ഈ 2 4 4 3 12 12y പ്ലസ് 3 9. പ്രകാരമായിരിക്കും ആൻസർ കിട്ടും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് വ്യത്യസ്ത സംഖ്യകൾ എടുത്തിട്ട് അവയുടെ തുകയുടെ വർഗം എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത സംഖ്യകൾ എക്സ് വൈ എന്ന രണ്ട് അതിസംഖ്യകൾ എടുത്ത് അവയുടെ തുകയുടെ വർഗം എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. വീണ്ടും ടീച്ചർ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എത്ര കാലം ഇനി മാത്സ് പഠിക്കണ്ടോ അത്രയും കാലം ആവശ്യമുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവ്വസമവാക്യമാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ചുവടെ തന്നിരിക്കുന്നവയുടെ വർഗം കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ചോദ്യം എക്സ് കൂട്ടണം 3. രണ്ടാമത്തെ ചോദ്യം 2y കൂട്ടണം 5. മൂന്നാമത്തെ ചോദ്യം എക്സ് ബൈ 2 കൂട്ടണം 3y ബൈ 4. നാലാമത്തെ ചോദ്യം എക്സ് വൈ കൂട്ടണം 3z. അഞ്ചാമത്തെ ചോദ്യം 2/3 m കൂട്ടണം 3/2 n. ആറാമത്തെ ചോദ്യം 2xy കൂട്ടണം 5y. ഏഴാമത്തെ ചോദ്യം b കൂട്ടണം 7. എട്ടാമത്തെ ചോദ്യം 71ന്റെ വർഗം. ഒമ്പതാമത്തെ ചോദ്യം 83ന്റെ വർഗം. പത്താമത്തെ ചോദ്യം 8.1ന്റെ വർഗം.